ഉദ്യോഗസ്ഥരൊക്കെ നമ്മളോട് സംസാരിച്ചത് ഇത് സ്വാഭാവികമായിട്ടും പരിശോധിക്കുന്നതാണ്, എല്ലാവരെയും പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. എല്ലാ വാഹനവും പരിശോധിക്കാൻ കഴിയില്ല. നമ്മളെ നിയോഗിച്ചിരിക്കുന്നത് അതിനാണ്. 4 CCTV റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഏതെങ്കിലും ഒരു വണ്ടി റെക്കോർഡ് പരിശോധിക്കാതെ വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെയാണ്. MLA വ്യത്യാസമൊന്നുമില്ല. റാൻഡം ആയിട്ടാണോ അല്ലെങ്കിൽ റാൻഡല്ല, എല്ലാം ചെക്ക് ചെയ്യും. ലിക്വിഡ് ക്യാഷ് ഉണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ പണം, ലിക്വിഡ് ക്യാഷ്, അതുപോലെ ലിക്കർ. ഉദ്യോഗസ്ഥരുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. നമുക്ക് രാഗിനിലേക്ക് ഒരിക്കൽ കൂടി പോകാം. രാഗിൻ, ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരൊക്കെ സംസാരിക്കുന്നതും ഈ പരിശോധന സ്വാഭാവികമാണ്, എല്ലാ വണ്ടികളും പരിശോധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ തൊട്ട് തന്നെ വീണ്ടും പരിശോധനകൾ തുടങ്ങിയിട്ടുണ്ട്. വേറൊരു ടീമാണ് രാവിലത്തെ ഡ്യൂട്ടിക്ക് വരുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയില്ല എന്നും നേരത്തെ രാഗിൻ ചോദിച്ചപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ടായിരുന്നു. തീർച്ചയായും ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത് തങ്ങൾ ഇത്തരത്തിൽ എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട്. കാരണം ഇവിടെ CCTV അടക്കമുണ്ട്. അങ്ങനെ പരിശോധിക്കാതെ വാഹനം വിട്ടുകഴിഞ്ഞാൽ തങ്ങൾക്ക് ചോദ്യം വരും. അതുകൊണ്ട് പരിശോധന നടക്കുന്നുണ്ട് എന്നാണ്. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഇത്തരത്തിൽ ഒരു പരിശോധനയും കഴിഞ്ഞ ദിവസങ്ങൾ വരെ ഇവിടെ ഉണ്ടായിരുന്നില്ല. താൻ തന്നെ പലതവണ പോയിട്ടുണ്ട് എന്നതാണ് തൊട്ടടുത്ത MLA-മാരായിട്ടുള്ള ഈ പറയുന്ന AP അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്നാൽ ഇത്തരം പരിശോധന ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ പരിശോധന വിവാദമായതിൻ്റെ പശ്ചാത്തലത്തിൽ അതിലൊരു ഉണ്ടെന്ന തോന്നൽ അവർക്ക് തന്നെ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നു. ഇപ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അല്ലെങ്കിൽ MP-മാരുടെയും MLA-മാരുടെയും എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നതാണ് അവർ പറഞ്ഞത്. നമ്മളിവിടെ നിൽക്കുമ്പോൾ രാധാകൃഷ്ണൻ MP, ആലത്തൂർ MP-യുടെ വാഹനം ഇതിലൂടെ കടന്നു വന്നിരുന്നു. അത് പരിശോധിച്ചു. MP ഉണ്ടായിരുന്നില്ല. ഇതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ MLA-യുടെ വാഹനം വന്നിരുന്നു. അത് പരിശോധിച്ചു. ലിജുവിൻ്റെ വാഹനവും വന്നിരുന്നു. അതും പരിശോധിച്ചു. അവരൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം പ്രധാനമായും അതാണ്. ഇന്നലെ അസ്വാഭാവികമായിട്ടുള്ള രീതിയിൽ ഒരു പരിശോധനയാണ് ഉണ്ടായത്. അത് മറയ്ക്കാൻ വേണ്ടി, ആ അസ്വാഭാവികത മറയ്ക്കാൻ വേണ്ടി ഇപ്പോൾ അതൊരു ഒരു പ്രോസസ്സാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നത് എന്നതാണ്. പക്ഷേ ഉദ്യോഗസ്ഥരുടെ വെർഷൻ തങ്ങളെല്ലാ വാഹനങ്ങളും പരിശോധിക്കാറുണ്ട്, അതിൽ കക്ഷി രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല. മറിച്ച് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അനധികൃതമായി പണം വരുന്നുണ്ടോ അല്ലെങ്കിൽ ഡ്രഗ്സ് വരുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ നോക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പരിശോധന എന്നാണ് അവരും വിശദീകരിക്കുന്നത്. ശരി രാഗിൻ, എന്തായാലും ഈ ഒരു കോൺഗ്രസിന്റെ ആരോപണം പ്രധാനമായിട്ടും ഒരു ഏകപക്ഷീയമായ നീക്കമാണ് നടന്നത്. പരിശോധനകളൊക്കെ തിരഞ്ഞെടുപ്പ് കാലത്ത് സ്വാഭാവികമാണ്. പക്ഷേ ഈ പെട്ടി പുറത്തെടുത്ത ശേഷവും അത് പിന്നീട് പൊയ്ക്കോളാൻ പറഞ്ഞു എന്നുള്ളതിലാണ് സ്വാഭാവികത എന്നുള്ളതാണ് ഷഫി പറമ്പിൽ MP അടക്കമുള്ളവർ സംസാരിച്ചത്.